പ്രായമായവരെയും വൈകല്യമുള്ളവരെയും അധിക്ഷേപിക്കുന്നതും പരിഹസിക്കുന്നതും നമ്മുടെ വിവേകമില്ലായ്മ എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഓൾഡ് ഏജ് എന്ന് പറയുന്നത് അത് മനുഷ്യൻ്റെ വളർച്ചയുടെ ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടം എല്ലാവരിലും ഉണ്ടാകും. ഒരു വ്യക്തിക്ക് വൈകല്യം ഉണ്ടാകുന്നത് അത് അവരുടെ മാതാപിതാക്കളുടെയോ അവരുടെ കുടുംബാംഗങ്ങളുടെയോ അതോ അവരുടെയോ ഒരു കുറ്റമോ കുറവോ അല്ല. ഒരു വൈകല്യം ഉള്ളതുകൊണ്ട് തന്നെ ആ വ്യക്തി അനുഭവിക്കേണ്ടി വരുന്ന യാതനകളും പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും ഒക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വൈകല്യമുള്ള ചില ആളുകൾക്കൊക്കെ ആണെങ്കിൽ അവരുടെ മനസ്സിന് വല്ലാത്തൊരു മെൻ്റൽ പവർ ആയിരിക്കും. മറ്റുള്ളവരുടെ ഈ മോശപ്പെട്ട വാക്കുകൾക്കൊന്നും അവർ വാക്കുകളാലൊന്നും തളർന്നു പോവാതെ അതിനെയൊക്കെ അതിജീവിച്ച് തന്നെ അവർ മുന്നോട്ട് പോകാൻ ചില വൈകല്യമുള്ള ആളുകൾക്ക് കഴിയും. എന്നാൽ എല്ലാവരും അങ്ങനെയല്ല. സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്ന ആളെ നമുക്കറിയാം. അദ്ദേഹം വളരെ ഉയരങ്ങളിലെത്തിയ ഒരു മനുഷ്യനാണ്. ഒരുപാട് പോരായ്മകളുണ്ടായിട്ടും ജീവിതത്തിൻ്റെ വലിയ ഒരു പൊസിഷനിലെത്തിയ ഒരു വ്യക്തിയാണ് സ്റ്റീഫൻ ഹോക്കിൻസ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരെ മോട്ടിവേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും നല്ല പോസിറ്റിവിറ്റി പകർന്നു കൊടുക്കാനും കഴിവുള്ളവരായിരുന്നിരിക്കാം അവരുടെ ചുറ്റുപാടും ഉണ്ടായിരുന്നത്. എന്നാൽ ഇതൊന്നും ഇല്ലാതെ വളരെയധികം ബുദ്ധിമുട്ടനുഭവിക്കുന്ന ഒരുപാട് വൈകല്യങ്ങളുള്ള ആളുകളും അതുപോലെ തന്നെ പ്രായമുള്ള ആളുകളൊക്കെ ഉണ്ട്. നമ്മൾ പരമാവധി അവരെ ഒരു നോട്ടം കൊണ്ടോ വാക്കുകൾ കൊണ്ടോ ഒന്നും വേദനിപ്പിക്കാതിരിക്കുക. നമുക്ക് എപ്പോഴും ഒരു വൈകല്യം എന്താണെന്ന് തിരിച്ചറിയുന്നത് നമ്മൾ ഒന്നുകിൽ നമ്മൾക്ക് വൈകല്യം ഉണ്ടാകണം, അല്ലെങ്കിൽ നമ്മളുടെ മക്കൾക്ക്, അല്ലെങ്കിൽ നമ്മളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും നല്ല രീതിയിൽ വൈകല്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ വൈകല്യത്തിൻ്റെ വേദനയും ആഴവും നമ്മൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഇവരും മനുഷ്യരാണ്, കുറച്ച് പോരായ്മകളുണ്ട് എന്ന് ഒഴിച്ചാൽ ഇവരും മനുഷ്യരാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾക്ക് അവരെ സഹായിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളിൽ ഇടപെടുകയോ ഒന്നും വേണ്ട. നമുക്ക് അത് ഒന്നും ചെയ്യാതെ തന്നെ തിരിഞ്ഞ് നമുക്ക് നടന്നു പോകാം. പക്ഷേ അവരെ വേദനയോട് കൂടിയുള്ള സംസാരങ്ങളും മുറിവേൽപ്പിക്കുന്ന രീതിയിലുള്ള കുത്തുവാക്കുകളും ഒക്കെ പറഞ്ഞ് അവരെ വേദനിപ്പിക്കാതിരിക്കുക. വൈകല്യമുള്ള ആളുകളുടെ വീടുകളിലെ അവസ്ഥ എന്ന് പറയുന്നത് ഓരോ നിമിഷവും അവർ പ്രതീക്ഷയോടെ ആയിരിക്കും ജീവിക്കുന്നത്. ഇപ്പോൾ ഒരു കുഞ്ഞിനാണ് വൈകല്യമെങ്കിൽ ആ കുഞ്ഞ് അവൻ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റുകളിലൂടെ അവൻ വൈകല്യത്തെ മറികടക്കുമെന്ന പ്രതീക്ഷയോടെ ആയിരിക്കും അവർ ഓരോ നിമിഷവും തള്ളി നീക്കുന്നത്. അപ്പോൾ വൈകല്യങ്ങളൊന്നും ഇല്ലാത്ത നമ്മളെപ്പോലുള്ളവർ ഇത്തരം വാക്കുകൾ കൊണ്ട് അവരുടെ മുന്നിലേക്ക് ചെന്നാൽ അവരുടെ വലിയ പ്രതീക്ഷയാണ് ഇല്ലാതായി പോകുന്നത്. ഒന്നും അവർക്ക് നൽകേണ്ടതില്ല, ഒരു പുഞ്ചിരി അല്ലാതെ ഒന്നും നൽകേണ്ടതില്ല. കഴിയുമെങ്കിൽ ഒരു സമാധാനിപ്പിക്കുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു പുഞ്ചിരി മാത്രം മതി അവർക്ക് മുന്നോട്ടുള്ള അവരുടെ ജീവിതത്തെ നയിക്കാൻ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കുറേ ആളുകൾ വൈകല്യങ്ങളുള്ള കുട്ടികളുടെ വീഡിയോസൊക്കെ ആയിട്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ട്. അതൊക്കെ അവരിൽ സന്തോഷമാണ്. അവരുടെ കുഞ്ഞ് നമ്മളുമായി പങ്കുവെക്കുന്നത് അവരുടെ കുഞ്ഞുങ്ങളുടെ വൈകല്യങ്ങൾ, അതിലുള്ള മാറ്റങ്ങളും പിന്നെ അവരുടെ ജീവിതത്തെ വലിയ പ്രതീക്ഷയോടെ കാണുമ്പോൾ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവരിൽ സന്തോഷം ഉളവാക്കുന്നതാണ്. അത് നമ്മളായിട്ട് നെഗറ്റീവ് കമൻസും അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ കൊണ്ടും അവരെ വേദനിപ്പിക്കുകയോ കുത്തി നോവിക്കുകയോ അങ്ങനെ എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? അവരും മനുഷ്യരല്ലേ. നമ്മളുടെയൊക്കെ ജീവിതത്തിന് എത്ര ആയുസ്സാണുള്ളത്? ഇപ്പോൾ നമ്മൾ കാണുന്നില്ലേ ഓരോ കലാമിറ്റീസും. നമുക്ക് ഇപ്പോൾ വയനാട്ടിലെ ആണെങ്കിൽ തന്നെ ഒരു ചെറിയ ഒരു ടൈം കൊണ്ടാണ് ഒരു 2-3 സ്ഥലങ്ങൾ തന്നെ ഇല്ലാതായത്. ഉറ്റവരും ഉടയവരും എല്ലാം നഷ്ടപ്പെട്ട ആളുകളുടെ അവസ്ഥകൾ. അപ്പോൾ നമുക്കൊക്കെ നമ്മൾ ജീവിക്കുന്ന ഇടങ്ങളിൽ ഇങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, നല്ലത് മാത്രം ചെയ്യുക, നല്ലത് മാത്രം ചിന്തിക്കുക. ഒരിക്കലും നമ്മൾ ഇതുപോലെയുള്ള ആളുകളെ
ഒരു രീതിയിലും നമുക്ക് സഹായിക്കാൻ നമുക്ക് പൈസ കൊടുത്തോ അല്ലെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള ക്യാഷ് നൽകിയോ അങ്ങനെ എന്തെങ്കിലും സഹായിക്കാൻ കഴിയുമെങ്കിൽ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളൊന്നും ചെയ്യണ്ട. അങ്ങനെ